രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വാർത്തയോട് അദ്ദേഹം പ്രതികരിക്കുമോ എന്നറിയേണ്ടതുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയേ ഉള്ളൂ. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു. എം ടി രമേശിനെ കാണാം, എൻ രാധാകൃഷ്ണനെ കാണാം. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ BJP ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 മണിക്ക് ഇനി അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ പേര് നോമിനേഷനായി സമർപ്പിക്കും. സുരേഷ് ഗോപി, കുമ്മനം തുടങ്ങിയ നേതാക്കളെയും ഇപ്പോൾ കാണാം. ഇതൊക്കെ നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഋഷിപാലുണ്ട് വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ യോഗം ഉച്ചയൂണിന് ഇറങ്ങിയതാണോ? 2 മണിക്ക് നോമിനേഷൻ സമർപ്പിക്കലുണ്ട്. നേതാക്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ സാധ്യത കുറവാണ് അല്ലേ? സ്മൃതി, ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം അവസാനിച്ച് നേതാക്കൾ പുറത്തേക്കിറങ്ങി ഭക്ഷണം കഴിക്കാൻ പിരിഞ്ഞതാണ്. 2 മണി മുതൽ 3 മണി വരെയാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് ഈ നടപടിക്രമങ്ങൾ നിശ്ചയിച്ചത്. അതിൻ്റെ ഭാഗമായുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് 2 മണി മുതൽ 3 മണി വരെയാണ്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും അതിൻ്റെ അപേക്ഷാ ഫോം, നാമനിർദ്ദേശ പത്രിക ഫോം ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അടക്കമുള്ള കോർ കമ്മിറ്റി അംഗങ്ങൾ, പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള എല്ലാ നേതാക്കളും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പോവുക. ഏതായാലും ഭക്ഷണം കഴിച്ചിറങ്ങിയാൽ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഔദ്യോഗികമായുള്ള ഒരു പ്രഖ്യാപനം വരുമോ എന്ന് വരാൻ സാധ്യതയില്ല. എന്നാൽ പോലും കോർ കമ്മിറ്റി തീരുമാനങ്ങൾ പറയുമോ എന്ന് വ്യക്തമല്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടാകാറില്ല. എന്നാൽ പോലും ഏറ്റവും നിർണായകമായ യോഗത്തിന് ശേഷം നേതാക്കൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്കെത്തും. യോഗം കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാനായി പോവുകയായിരുന്നു. 2 മുതൽ 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുക. നാളെ ആ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും മറ്റന്നാൾ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമാണ്. പ്രഖ്യാപനവും തൊട്ടു പിന്നാലെ തന്നെ ചുമതലയേൽക്കലുമാണ്. അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നേരത്തെ തീരുമാനിച്ചത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നു എന്നാണ്. ഒരു മുഖം മാറ്റം സംസ്ഥാനത്തെ BJP കമ്മിറ്റിയിൽ ഉണ്ടാകുന്നു. ഇനി ആ കമ്മിറ്റിയിലെ സഹഭാരവാഹികൾ ആരായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന BJPയിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ വലിയൊരു ഉടച്ചുവാർക്കൽ ജില്ലാതലത്തിൽ നടന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന തലത്തിൽ സമയം ഈ കാലാവധി കഴിഞ്ഞതോടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായ വോട്ടിലുണ്ടായ മുന്നേറ്റം, അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി വിജയത്തിൽ കൂടുതൽ ഇടങ്ങളിൽ വിജയിക്കാൻ പറ്റുമോ എന്ന ഒരു പ്രതീക്ഷയും അതിൻ്റെ ആ തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു പുതുമുഖത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പരിചയസമ്പത്തില്ലാത്ത എന്നാൽ പോലും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന, എല്ലാ വിഭാഗങ്ങളുടെയും സ്വീകാര്യത ഉണ്ടെന്ന് ദേശീയ നേതൃത്വം കണക്കാക്കുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസായിയെ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നത് എന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രഹ്ലാദ് ജോഷിക്കാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല. പ്രഹ്ലാദ് ജോഷിയും ഒപ്പം സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറും സഹപ്രഭാരി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനു പുറമെ കോർ കമ്മിറ്റിയിലെ സംസ്ഥാനത്തെ മറ്റു നേതാക്കളും പങ്കെടുത്തു. ഏക അഭിപ്രായമാണ് യോഗത്തിലുണ്ടാകും. ദേശീയ നേതൃത്വം കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അവർ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നു. അതിന് ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിൻ്റെ സാഹചര്യം ഉൾപ്പെടെ ഈ ദേശീയ നേതൃത്വം വിശദീകരിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ചർച്ചകൾ ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചുള്ള ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ അവർ വിശദീകരിക്കുകയും മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് പിരിയുകയുമായിരുന്നു. ഏതാണ്ട് 11 മണിക്ക് ആരംഭിച്ച കോർ കമ്മിറ്റി യോഗമാണ് അല്പം മുമ്പ് അവസാനിച്ചത്. സ്മൃതി, ശരി, കോർ കമ്മിറ്റി യോഗം അവസാനിച്ചിരിക്കുന്നു. പത്രികാ സമർപ്പണം, നോമിനേഷൻ സമർപ്പണം 2 മണിക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നടപടികൾക്ക് ശേഷം നാളെ രാവിലെ 11 മണിക്കാണ് സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നുള്ള പ്രഖ്യാപനം നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ദേശീയ നേതൃത്വം കോർ കമ്മിറ്റി യോഗം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു.
പ്രകാശ് ജാവ്ദേക്കറാണ് ആ പേര് നിർദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നാളെ ഇനി കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും. അതിനുശേഷം കേരളത്തിലുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. അതിലേക്ക് ഏതൊക്കെ പേരുകൾ എത്തുന്നു, അപ്പോൾ അധ്യക്ഷൻ മാറുന്നതിനൊപ്പം തന്നെ കൂടുതൽ പുതിയ നേതാക്കൾ, പുതിയ നേതൃനിര എത്തുന്നുണ്ടോ, അതോ നിലവിലെ നേതാക്കൾ തുടരുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ദേശീയ നേതൃത്വത്തിന് തൽപരനായ വ്യക്തിയെ തന്നെ സംസ്ഥാന അധ്യക്ഷനായി നിശ്ചയിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് അതിലേക്ക് എത്തുന്നു എന്നുള്ള സൂചന വളരെ നേരത്തെ തന്നെ റിപ്പോർട്ടർ TV നൽകിയതാണ്. ആ സൂചന തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ജനുവരി 3 തന്നെ ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷനായ പേര് നിശ്ചയിച്ച ഘട്ടത്തിൽ ആ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ.